ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം തന്നെ നാടകീയ രംഗങ്ങൾ കൊണ്ട് ആരാധകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. സഹ ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്ന ഉദ്ഘാടന പോരാട്ടത്തിൽ 2 ഗോളുകൾ പിറന്നപ്പോൾ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത് 3 ചുവപ്പ് കാർഡുകളാണ്. 80,000-ലധികം വരുന്ന സ്വന്തം കാണികളെ സാക്ഷിയാക്കി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ മെക്സിക്കോ തകർത്തെങ്കിലും കളിയുടെ അവസാന മിനിറ്റുകൾ കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. സ്റ്റാഡിയോ അസ്റ്റക്കെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 80,000-ൽ പരം ഹോം സപ്പോർട്ടർമാരുടെ കരുത്തിലാണ് മെക്സിക്കോ കളം നിറഞ്ഞത്. 9-ാം മിനിറ്റിൽ ഹൂലിയൻ കിന്യൂനസിലൂടെ മെക്സിക്കോ ആദ്യ വെടി പൊട്ടിച്ചു. ആദ്യ പകുതിക്ക് ശേഷം 67-ാം മിനിറ്റിൽ സ്റ്റാർ സ്ട്രൈക്കർ റൗൾ ഗിമെനസ് കൂടി ഗോൾ നേടിയതോടെ മെക്സിക്കോ 2-0 ആധികാരിക ലീഡ് സ്വന്തമാക്കി. എന്നാൽ കളി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ മത്സരം അക്രമാസക്തമായി. ബഫാന എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നിരയിലെ സ്പെഫലോസിത്തോൾ, തെംബസ്വാനെ എന്നീ 2 പ്രധാന കളിക്കാർക്ക് റഫറി ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കി. 9 പേരുമായി ചുരുങ്ങിയിട്ടും ദക്ഷിണാഫ്രിക്ക പോരാട്ടം തുടരുന്നതിനിടെ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മെക്സിക്കൻ ഡിഫൻഡർ സെസാർ മോണ്ടസും ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തുപോയി. ഇതോടെ 2 ഗോളുകളും 3 റെഡ് കാർഡുകളുമായി ഉദ്ഘാടന മത്സരം നാടകീയമായി അവസാനിച്ചു. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായതിന്റെ കറുത്തോർമ്മകൾ മാറ്റിവെക്കാനാണ് മെക്സിക്കോ ഇത്തവണ ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിലെ ഈ വമ്പൻ വിജയം അവർക്ക് വലിയ ഊർജ്ജം നൽകും. 2010 ശേഷം ആദ്യമായി ലോകകപ്പിലേക്ക് തിരിച്ചെത്തിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ പരാജയവും കനത്ത ഇഞ്ചുറികളും വരും മത്സരങ്ങളിൽ വലിയ തിരിച്ചടിയാകും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.